തങ്കരാജും ഫാമിലിയും നല്ല സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. തങ്കരാജിന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു. അവന് 2 അനിയന്മാരാണുള്ളത്. അവരെ രണ്ടാളെയും ചെറുപ്പത്തിലെ നോക്കിയിരുന്നത് തങ്കരാജാണ്. അങ്ങനെ ആ ഫാമിലി സന്തോഷത്തോടുകൂടെ തന്നെ പോയിരുന്നു. തങ്കരാജിന്റെ വൈഫാണ് ആ കുടുംബം നിലനിർത്തി കൊണ്ടുപോയിരുന്നത്. തങ്കരാജിന്റെ അനിയന് ഒരു പണിയുമില്ല, രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ആളാണ്. പക്ഷേ അയാളെ അനിയൻ നല്ല വിദ്യാഭ്യാസവും പൊസിഷനിൽ ഇരിക്കുന്ന ആളുമാണ്. അതിന്റെ തലക്കനം അവന് ഉണ്ടുതാനും. അങ്ങനെ ഒരു ദിവസം അവൻ വന്ന് പറയുന്നു, തനിക്ക് ജനറൽ മാനേജറായി ജോലിക്ക് കയറ്റം കിട്ടിയെന്ന്. അങ്ങനെ അവിടെ ഭയങ്കര സന്തോഷത്തോടുകൂടെ ഇരിക്കുന്നു. താനാണ് ഈ കുടുംബം നയിക്കുന്നതെന്ന അഹങ്കാരത്തോടുകൂടെ തന്നെയായിരുന്നു തങ്കരാജിന്റെ ഇളയ അനിയന്. പിന്നീട് ഒരിക്കൽ അവന്റെ സ്ഥാപനത്തിലെ ഓണർ തന്നെ അയാളുടെ മകൾക്ക് അവനെ കല്യാണം ആലോചിക്കുന്നു. അങ്ങനെ പണക്കാരനായ അവളെ അവൻ കല്യാണം കഴിക്കുന്നു. പിന്നീട് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. കല്യാണം കഴിച്ച പെണ്ണ് തമിഴ് സെൽവി നല്ല പെൺകുട്ടിയായിരുന്നു. പക്ഷേ കൃഷ്ണരാജ് എന്ന തങ്കരാജിന്റെ അനിയൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മൂത്ത ചേടത്തി നല്ലതാണെന്നും രണ്ടാമത്തെ ചേടത്തിനോട് കുറച്ച് അകലം പാലിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെന്നും അവൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. പക്ഷേ അവൾക്ക് ആ കൂട്ടുകുടുംബത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾ എല്ലാവരോടും സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും റെഡിയാക്കുന്നുണ്ട്. അവൾ തന്നെ ടിക്കറ്റിന്റെ പൈസയും കൊടുത്ത് എല്ലാവർക്കും സാരിയും ആഭരണങ്ങളും കൊടുത്ത് ഒരുക്കുന്നു. പക്ഷേ കൃഷ്ണരാജ് വന്ന് അവളോട് പറയുന്നു, ഇംഗ്ലീഷ് മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് രണ്ടാൾക്കും സിനിമയ്ക്ക് പോവാമെന്ന്. പക്ഷെ അവൾ പറയുന്നു, ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നതാണ്, എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നതാണ്, കാറും കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടാളും മാത്രമായി സിനിമയ്ക്ക് പോകുന്നു. അങ്ങനെ അവിടെ മുതൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. എങ്കിലും ഏടത്തി ഉള്ളതിനാല് അവിടെ ആ പ്രശ്നങ്ങളെല്ലാം സോൾവായി പോകുന്നുണ്ട്. അവൾ കാര്യങ്ങൾ അറിഞ്ഞ് സോൾവാക്കി കൊണ്ടുപോകുന്നു. ഇങ്ങനെയിരിക്കെ തങ്കരാജിന്റെ മകൾക്ക് ഒരു കല്യാണ കാര്യം വരികയാണ്. തങ്കരാജിനോട് കൃഷ്ണരാജ് പറയുന്നു, പോയി എല്ലാതും ഏർപ്പാടാക്കിക്കോളൂ ഏട്ടൻ എന്ന് പറയുന്നുണ്ട്. അവൻ ആ ധൈര്യത്തിൽ ചെന്ന് 50 പവനും 2 ലക്ഷം രൂപയും തരാമെന്ന് അവർ ചോദിക്കുമ്പോൾ അത് ഏറ്റുവരികയാണ്. അത് വന്ന് അനിയനോട് അവൻ പറയുന്നു. പക്ഷേ അനിയൻ അത് വകവെക്കാതെ പറയുന്നു, എന്നെ കണ്ടിട്ടാണോ 50 പവൻ ഏറ്റത്, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ അത് ഏറ്റാൽ പോരെ എന്ന് പറഞ്ഞ് അവനോട് വെള്ളവെക്കുന്നു. അപ്പോൾ തങ്കരാജ് പറയുന്നു, നിന്റെയും എന്റെയും എന്നുള്ള വ്യത്യാസം ഇവിടെയുണ്ടോ? അപ്പോൾ പറയുന്നു, ചേട്ടനിക്ക് കിട്ടുന്നത് ഏറ്റാൽ മതി, എന്നെ കണ്ടിട്ട് ആരും 50 പവൻ കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന്. ഇങ്ങനെ അവർ വിഷമത്തോടെ കല്യാണം മുടങ്ങുമെന്ന ടെൻഷനിൽ ഇരിക്കുമ്പോൾ തമിഴ് സെൽവി പറയുന്നു, ഞാൻ കൊടുത്തോളാം 50 പവനും 2 ലക്ഷം രൂപയും എന്ന് പറഞ്ഞ് അവൾ ചെക്കന്റെ വീട്ടിൽ പോയി അതെല്ലാം ഏറ്റുവരുന്നു. ഇത് കൃഷ്ണരാജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ ലഹളയാകുന്നു. അങ്ങനെ കുടുംബം ശരിക്ക് 4 വിധത്തിലാകുന്നു. വേറെ താമസിക്കുകയും മനിയനും എല്ലാവരും മാറി മാറി താമസിക്കുകയും കൃഷ്ണരാജ് വലിയ ബംഗ്ലാവ് വെച്ച് 50 ലക്ഷത്തിന്റെ വീടും കാറും എല്ലാം മേടിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. ഇത്ര സ്നേഹത്തോടെ ഒന്നായി ജീവിച്ചിരുന്ന ആ കുടുംബമായി മാറുന്നു. ഈ കുടുംബം ഇനി ഒന്നാകുമോ? അടുത്ത പാർട്ടിന് വേണ്ടി സബ് ചെയ്തേക്കണേ.